ഈ സംഗീതം കേൾക്കുന്നുണ്ടോ കൂട്ടുകാരെ? എന്റെയാണോ? അല്ല, ഞാൻ ഇത്ര നേരം കണ്ണാന്തുമ്പി പോരാമോ പാട്ട് പാടിയത്. അതേ അവിടെ കിടന്ന് പറക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്ത് പറവകൾ, ആ പറവകളാണ് ഈ കിടന്ന് പാട്ട് പാടുന്നത്. പരുന്തല്ലടോ, തത്തകളാടോ. ആ ഇവിടെ ഈ കാണുന്ന തെങ്ങുകളുടെ ഇടയിൽ കൂടെ പറന്ന് കിടക്കുന്ന തത്തകൾ, അവരൊക്കെ കാണാൻ പറ്റുമോ? നമ്മളിത് പറഞ്ഞപ്പോഴത്തേക്ക് അവർ നിർത്തിയല്ലോടെ അവരുടെ പാട്ട്. കഷ്ടമുണ്ട് മനുഷ്യരെ. അയ്യോ സോറി. കിളികളെ ഒന്ന് പാടൂ. അവിടെ നോക്കൂത്തി വെച്ചേക്കുന്നുണ്ടോ? ഷർട്ട് എനിക്ക് മിക്കവാറും തോന്നുന്നു ആ വീട്ടുകാരൻ്റെ ആയിരിക്കാം. ഞാൻ കണ്ടേ, എന്നെപ്പറ്റി ഞാൻ തന്നെ അപവാദം പറയുന്നു. ചീച്ചി അമ്മ ലജ്ജാവഹം മ്ലേച്ഛം. കണ്ടോ, ഈ ഷർട്ടാണ് ഷീന് പറയുന്നത് എവിടെയോ കണ്ടു പരിചയമുണ്ടത്. എന്താ കൂട്ടുകാരെ, ശരാ രണ്ടോ ഓസാണല്ലേ കാലായിട്ട് വെച്ചിരിക്കുന്നത്. അല്ല അതെടോ, പൈപ്പ്. ഈ എന്തെങ്കിലുമൊക്കെ അവരുടെ കലാപരിപാടികൾ തന്നെ ഉത്സാഹിപ്പിക്കടോ. എന്ത് രസമായിട്ടുണ്ട് ഈ ഒരു ഇത്. ശരിക്കും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോണ്ടല്ലോ തത്തകളും എന്താ പറയുക, കിങ് ഫിഷറിന് എന്താ പറയുക, പൊന്മാനുകളും എല്ലാം ഇങ്ങനെ പാട്ട് പാടി തമ്മിൽ കൊത്തുകൂടി ഹാ ആ ഒരു രംഗം താനൊന്ന് നോക്കിയടോ. എന്ത് രസമാടോ, താൻ കണ്ടില്ലേടോ? ഇവിടെ 2-3 പിന്നെ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി. അവർ തമ്മിൽ ആഹാരം കഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ലേ, നമുക്ക് മനസ്സിലാവുന്നില്ലെന്നല്ലേ ഉള്ളൂ. കണ്ടോ, സൂര്യാസ്തമനമാണ് കേട്ടോ, സൂര്യാസ്തമനം. കൊത്തുകൂടുന്നത് താൻ കണ്ടിട്ടില്ലേടോ? കുത്തിയിരിക്കുമല്ലേടോ. എടോ അവര് കൊത്തുകൂടുവാടോ ആഹാരത്തിന് വേണ്ടി. കാണാമോ കൂട്ടുകാരി, ഒരു മഞ്ഞ റോസ ദൂരെയാണ് കാണാൻ. ഒരു സൈഡിൽ കൂടി നോക്കണം. എന്തോ ഷീന് കണ്ടത്രേ, ഞാനും നോക്കുകയാണ്. ആ ഉണ്ട് കാണാം. ഞാനൊന്ന് സൂം ചെയ്യാം. എവിടെ? ആ കണ്ടോ, മഞ്ഞ റോസ. ഈ റോസാത്തോട്ടത്തിൽ ദേ റോസാപ്പൂ പറിക്കുന്ന ഒരു സൂത്രക്കാരി. ദൈവമേ, പറിച്ചു. ഇന്ന് കിട്ടും. അയ്യട മനമേ. അപ്പൊ ഞാൻ പറയാം, എനിക്ക് എക്കിഡോപ്പിയ എന്നുള്ള അസുഖം റോസാപ്പൂ കണ്ടെങ്കിൽ. അയ്യട മനമേ, തീപ്പെട്ടിക്കോളെ ഒരയ്ക്കുമ്പം കത്തും. ഇന്ന് കിട്ടും. മണ്ട പോയൊരു തെങ്ങ് നിൽക്കുന്നത് കണ്ടോ കൂട്ടുകാരെ? എന്താണ് എന്തോ അത്. ഇങ്ങനെ കുറേ തെങ്ങുകളുണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ തത്തകൾ കൂട് വെക്കുന്ന ഈ മണ്ട പോയ തെങ്ങുകളാണ്. അവരുടെ പ്രാർത്ഥന കാരണമായിരിക്കും ഈ മണ്ടയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടിവെട്ടി പോകുന്നതെന്നാ തോന്നുന്നത്. സത്യമായിട്ടും എടോ അവർക്ക് ഭയങ്കര ഇതാണോ. അപവാദം അല്ലടോ, ഉള്ള കാര്യമാണ് പറയുന്നേ. എടോ എൻ്റെ വീടിൻ്റെ അടുത്തും ഇങ്ങനെ തത്തകൾക്ക് കണ്ടോ, ഇതേ ഇവിടെ വേറൊരു മണ്ട പോയ തെങ്ങ്. ഞാൻ ചുമ്മാ പറയുന്നതാണ്. നിങ്ങൾക്ക് തത്തകളുടെ ശബ്ദം കേൾക്കാനില്ലേ കൂട്ടുകാരെ? കേൾക്കാനില്ലേ? കണ്ടോ, ഇവിടെ മുഴുവൻ തത്തകളാ. ഇവരെല്ലാം ഈ കൂട് വെച്ചേക്കുന്ന ഈ നണ്ടപോയ തെങ്ങിലാ. സൂക്ഷിച്ച് നോക്കിപ്പോണേ. ഞാൻ മെല്ലെ പറയുന്നത് ഈ കാണുന്ന ആ കൂട്ടുകാരെ ഓടിപ്പോകണ്ടെന്ന് വെച്ചാൽ. ഇടോ മിണ്ടാതിരിടോ, മൈനക്കുട്ടികളാടോ. കൊത്തി പെറുക്കട്ടെടോ അവര്. പെറുക്കട്ടെ. ഒരു പൊന്മാൻ പറക്കുന്നു. അത് കണ്ടില്ല. എന്താ പറയാ, പുകഴ്ത്താതെ. ചിതൽപുറ്റിനെ കാണിക്കടോ. എവിടെ? അത് കണ്ടോ. ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ഇതാണ് ഇവര് നാഗപൗർണമിക്ക് നാഗപഞ്ചമിക്ക് ഒക്കെ വരും. ഇതിൽ പാലൊഴിക്കും. എന്താണോ ആർക്കാ കിട്ടുകയെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ കിട്ടുമായിരിക്കാം. പാലൊഴിക്കുമല്ലോടോ ചിതൽപുറ്റില്. ഇവിടെ കുടിക്കൂല. അതന്നെ. ഇവിടെ ഒരു കാക്കത്തമ്പുരാട്ടി ഇരിക്കുന്നുണ്ട് ഒരു മരത്തിന്റെ മേലെ. ഇവിടെ കാക്കത്തമ്പുരാട്ടി വേറെ കാക്ക വേറെയാ? പിന്നല്ലാതെ കാക്ക വേറെയാടോ. അതിന്റെ ഇരട്ടവാളം കിളിയെ പോലെ ഇരിക്കും. അതിന്റെ വാല് കണ്ടോ? അതാണ് അതിന് കാക്കത്തമ്പുരാട്ടി എന്നാ പറയാ. മക്കളെ, നിങ്ങളുടെ പേര് നിങ്ങൾക്കെങ്കിലും അറിയാവോ? നിങ്ങളുടെ പേര് കാക്കത്തമ്പുരാട്ടിന്നോ? അത് ശരിയല്ലേ. പറവകൾക്കൊക്കെ അറിയോ? പറവകളുടെ പേര് അതൊക്കെയാണെന്ന് അറിയില്ല. പാവങ്ങൾക്കൊന്നും അറിയില്ല. അവർക്ക് അവരുടെ ഭാഷ മാത്രമേ അറിയൂ. നിങ്ങളുടെ പേര് കാക്കത്തമ്പുരാട്ടിന്നോ? ഇപ്പൊ മനസ്സിലായി.
മൈലാഞ്ചിക്കിളി മൈന. അതന്നെ. ആ എല്ലാത്തിനും ഒരു പാട്ടും കൊണ്ട് വരും ഇടയ്ക്കിടയ്ക്ക് ഞാൻ. അപ്പോൾ ശരി കൂട്ടുകാരെ, ബോയ് ബോയ്.